ഹലോ. തിരുവോണ ദിനം ആയതുകൊണ്ട് തന്നെ നമ്മളെ ഭീമാപള്ളിയിൽ കട തുറക്കുമോ എന്നുള്ള ഒരു ഭയങ്കര ടെൻഷനിൽ ഞാൻ രാവിലെ തന്നെ അതിരാവിലെ പൂന്തറയിൽ തുറക്കുന്ന ചില കടകളുണ്ട്, മിൽമ ബൂത്തൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് പാല് വാങ്ങണമായിരുന്നു. നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പാല് അപ്പം തന്നെ വാങ്ങിച്ച് തലേന്ന് രാത്രിയിൽ വാങ്ങിച്ച് നമ്മൾ തിളപ്പിച്ച് വെച്ചാലും ചിലത് രാവിലെ ഇരിക്കും, ചിലത് രാവിലെ ഇരിക്കില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് രാവിലെ പോയി ബൂത്തിൽ നിന്ന് നമുക്ക് പാല് വാങ്ങിക്കാമെന്നുള്ള ഒരു രീതിയിൽ പൂന്തറ പോയി പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഭീമാപള്ളിയിൽ എല്ലാ കടകളും തുറന്നു. ഇവിടെ ഭീമാപള്ളിയിൽ എന്ത് തിരുവോണം. അങ്ങനെ പിന്നെ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് രാവിലെ തന്നെ പച്ചക്കറിക്ക് ഒക്കെ അരിഞ്ഞ് എല്ലാം അരച്ച് വെച്ച്. എനിക്ക് ഇങ്ങനെ സദ്യ വയ്ക്കൽ എന്ന് പറയുന്നത് വലിയ ജോലിയുള്ള ഒരു കാര്യമൊന്നുമില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും 8 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരാൾ തന്നെയാണല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കുള്ള ഒരു കാര്യമൊന്നുമില്ല. ഞാൻ ചടപട എന്ന് പറഞ്ഞുകൊണ്ട് ചോറും കറികളും എല്ലാം വെച്ച് 10:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചോറും കറികളും എല്ലാം റെഡിയായി കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പുതിയ നൈറ്റി ഉണ്ടല്ലോ, പുതിയ നൈറ്റി ഇന്നലെ ഞാൻ വെറുതെ തച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ പോയി കുളിച്ച് പുതിയ നൈറ്റിയൊക്കെ എടുത്തിട്ട് എല്ലാവരും പറഞ്ഞു മുച്ചി കള്ളമല്ല, നല്ല രസമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ വന്നിട്ട് പായസം വെക്കാമെന്നുള്ള ഒരു രീതിയിൽ ഞാൻ പായസം വെക്കാൻ വേണ്ടിയിട്ട് കയറി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇന്നലെ ഞാൻ ഒരു സ്റ്റെപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ മക്കളെല്ലാവരും കൂടി തിന്ന് തീർത്ത്. പിന്നെ വീണ്ടും രാവിലെ പോയി വീണ്ടും ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് എൻ്റെ മക്കളെല്ലാവരും കൂടി തിന്ന് തീർത്ത്. എന്തൊരു കഷ്ടമാണെന്നൊക്കെയാണ്. പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാത്തൊരു പായസം വെക്കാമെന്നുള്ള ഒരു രീതിയിൽ ഞാൻ പായസം വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. കഴിഞ്ഞ ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ് എൻ്റെ ഭർത്താവിന് ഇങ്ങനെ സുഖമില്ലാതാകുന്നത്. ഈ സുഖമില്ലാതാകുക എന്ന് പറഞ്ഞാൽ ഒറ്റ സൈസ് കിടക്കയിൽ എന്നെ കിടക്കുന്ന ഒരവസ്ഥയിലാണ്. ആ ഒരു സമയം എന്ന് പറയുന്നത് ഞാൻ ഗർഭാവസ്ഥയിലും എൻ്റെ മക്കളും എൻ്റെ വയ്യാത്ത മനുഷ്യനും ഫിസിയോതെറാപ്പിയും ഒക്കെ ആയിട്ട് ചിലവും അതിൻ്റെ മേൽ ചിലവും ഒക്കെ ആയിട്ട്. അതുമാത്രമല്ല അന്ന് എനിക്ക് അൽഹംദുലില്ലാ എനിക്ക് നല്ല തയ്യലും ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു തയ്യൽ എന്ന് പറയുന്നത് ഗുളികയ്ക്കും ഫിസിയോതെറാപ്പിക്കും തന്നെ ആ പൈസ ചിലവാക്കിക്കൊണ്ടേയിരിക്കേണ്ടുന്ന ഒരവസ്ഥയിലായിരുന്നു ആ ഒരു കാലം നമുക്ക്. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോൺ എൻ്റെ കയ്യിലായിരുന്നല്ലോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് തുറന്നു നോക്കുന്ന എൻ്റെ ഹൃദയം പൊടിഞ്ഞു പോവുമായിരുന്നു. അതായത് എല്ലാ മനുഷ്യരും അന്ന് മുതലാണ് ഞാൻ സത്യത്തിൽ മനസ്സിലാക്കുന്നത്, നമ്മളോടരുത് എന്ന് പറയുന്ന എല്ലാ ആൾക്കാരും അവരവരുടെ കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മളെന്തെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുകയോ സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുകയോ സന്തോഷമായിട്ട് എവിടെയെങ്കിലും പോവുകയോ ചെയ്യുമ്പോൾ അരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് 10,000 ആൾക്കാർ കാണും. അവരൊക്കെയും തന്നെ ഈ നമ്മളോട് അരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും. അന്ന് ആ വാട്സപ്പ് സ്റ്റാറ്റസ് നോക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സമയം പോലും എനിക്ക് കിട്ടുന്നില്ലല്ലോ. എൻ്റെ മക്കൾക്ക് നല്ലൊരു ഡ്രസ്സ് തച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കഴിയാത്തത് കൊണ്ട് മാത്രം ഓണപരിപാടിക്ക് അവർ പോവാതെ വീട്ടിൽ നിന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്കൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ തച്ചാലേ എനിക്ക് ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാനുള്ള ഒരു പൈസ ഉണ്ടാവുള്ളൂ. എൻ്റെ മക്കൾക്ക് നാളെ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, ആ ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തണമെങ്കിൽ ഞാൻ രാപ്പകലില്ലാതെ ഇരുന്ന് തച്ചാൽ മാത്രമേ എനിക്ക് കിട്ടുകയുള്ളായിരുന്നു. അന്ന് എനിക്ക് എൻ്റെ കുടുംബം എനിക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റാതെ നിറകണ്ണുകളോടെ ഞാൻ ആ ഓണത്തെയും ക്രിസ്മസിനെയും റംസാനിനെയൊക്കെ നോക്കി കണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ എൻ്റെ ജീവിതം തിരിച്ചു പിടിക്കുകയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് ഇതൊന്നും ഞാൻ മുടക്കില്ല. എൻ്റെ മക്കൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന അവസരങ്ങളെല്ലാം തന്നെ അവർക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ പ്രോത്സാഹിപ്പിക്കും എന്നുള്ളത് അന്ന് ഞാൻ പ്രതിജ്ഞ എടുത്തതാണ്. ചിലപ്പോൾ നമ്മൾ പ്രിയമാണ് എന്ന് കരുതുന്ന ആൾക്കാർ പോലും ആ ഒരു സമയങ്ങളെന്ന് പറയുന്നത് അവർ ഭയങ്കര തിരക്കിലായി പോവും. അപ്പം പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾക്ക് ഒരു ഭയങ്കര തിരിച്ചറിവിൻ്റെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു കേട്ടോ. അതായത് അതുവരെ നമ്മളെ വീട്ടിൽ വന്ന് പെറ്റ് കിടക്കുന്ന ആൾക്കാർ പോലും അയ്യോ ഞങ്ങൾക്ക് തിരക്കാണേ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരവസ്ഥ. അതായത് നമ്മുടെ സമ്പത്ത് കാലത്ത് കൂടെ നിൽക്കുന്നവരൊന്നും നമ്മൾ ആപത്ത് കാലത്ത് കൂടെ നിൽക്കണമെന്നില്ല. അപ്പം അന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്, തിരക്കുകളായി പോയവരൊക്കെയും അവരുടെ തിരക്കുകളുമായിട്ട് ജീവിക്കട്ടെ. നമുക്കുമുണ്ടല്ലോ അതുപോലുള്ള തിരക്കുകൾ. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞങ്ങളുടേതായ തിരക്കുകളിൽ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഞങ്ങൾക്കും തിരക്കുകളുമായിട്ട് ജീവിക്കാം എന്നുള്ളത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആ ഒരു രോഗാവസ്ഥ എന്ന് പറയുന്നത് പല തിരിച്ചറിവുകളുടെയും ഒരു കാലഘട്ടം കൂടിയായിരുന്നു കേട്ടോ.
പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുഴഞ്ഞൊരു കയറ്റമായിരുന്നു എൻ്റെ പൊന്നു മുത്തുമണികളെ. ഇന്നും ഒരു ദിവസമെങ്കിലും എൻ്റെ ഭർത്താവിന് ജീവൻ കൊടുക്കണേ, അദ്ദേഹം ആഗ്രഹിക്കുന്ന ആഹാരം ഉണ്ടാക്കി കൊടുക്കാനെന്ന് ആഗ്രഹിച്ചിരുന്ന ഞാൻ ഇന്ന് 3 വർഷമായി അദ്ദേഹം ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറം ആഹാര സാധനങ്ങൾ എനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചിറമ്പ് നമുക്ക് തരട്ടെ എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. തിരക്കുകളുമായിട്ട് ജീവിക്കുന്നവർ, എല്ലാ മനുഷ്യരും തിരക്കുകളുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും തിരക്കുകൾ നമ്മൾ മാനിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ഓണം.